ഈ 5 വർഷത്തേക്ക് കൃഷിമന്ത്രി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ രണ്ടാണെന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, കേരളത്തിലെ ഏറ്റവും വില കൂടിയ ചരക്ക് ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തൊട്ടപ്പുറത്തെ ഭൂമിയിൽ ഫ്ലാറ്റ് വിളയുമ്പോൾ ഇപ്പുറത്തെ ഭൂമിയിൽ അത് കൃഷിഭൂമിയായി പോയി എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ കൃഷി ചെയ്യണം എന്ന് നമ്മൾ ഒരു കൂട്ടരോട് പറയുന്നു. അത് അവരെ കൊണ്ട് നടത്തണം. ഒന്ന്. രണ്ട്, അത്തരത്തിൽ ചെയ്യുന്ന കൃഷി അവർ കച്ചവടമല്ലാതായി പോകാൻ വേണ്ടി വ്യാപകമായ തോതിൽ ഒരുപക്ഷെ കീടനാശിനിയും വളവും ഉപയോഗിച്ച് വലിയ ഈൽഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് മാറി കുറച്ചുകൂടി പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ കൃഷി ചെയ്യണം എന്ന് അവരോട് പറയുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ഒരുപക്ഷെ നടത്താൻ വേണ്ടി പോകുന്നത്. അത് ഏത് തരത്തിൽ പ്രായോഗികമാകും? അല്ല, അതിനകത്ത് ഇതിൻ്റെ സാമ്പത്തിക പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ലോകത്തെ ഏറ്റവും അധികം സബ്സിഡി കൊടുക്കുന്ന രാജ്യം അമേരിക്കയാണ്. കൃഷിക്ക് വേണ്ടി 600% സബ്സിഡി കൊടുക്കുന്ന രാജ്യമാണ് അമേരിക്ക. നമ്മുടെ നാട് ഏറ്റവും കുറച്ച് സബ്സിഡി കൊടുക്കുന്ന ഒരു നാടാണ്. കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരൻ അവൻ്റെ ഉപജീവനത്തിന് മാത്രമല്ല കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ശ്രീകല കൃഷിക്ക് പോകുന്നില്ല. ശ്രീകല ഒരു ജേർണലിസ്റ്റാണ്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാൻ കൃഷി ചെയ്യാൻ പോകുന്നില്ല. അദ്ദേഹം വേറെ രീതിയിൽ ചെയ്യുന്ന ആളായിരിക്കും. ഞാൻ കൃഷി ചെയ്യുന്നില്ല. പക്ഷേ നമുക്കൊക്കെ ഭക്ഷണം കഴിക്കണം, നമുക്കൊക്കെ ആഹാരം കഴിക്കേണ്ടതുണ്ട്, നമ്മുടെ മക്കൾക്ക് ആഹാരം കഴിക്കണം. പക്ഷേ നമ്മൾ കൃഷി ചെയ്യുന്നില്ലെങ്കിലും കൃഷി ചെയ്യുന്നവരാണ് നമുക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നത്. ഈ ആഹാരം ഉണ്ടാക്കി തരുന്ന കൃഷിക്കാർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ചില ആളുകൾ വളരെ സുരക്ഷിതമായി അവരുടെ ജോലികളെല്ലാം ചെയ്യുകയും കാർഷിക മേഖലയിൽ നിൽക്കുന്ന ആളുകൾ അവർ സുരക്ഷിതരല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ് കൃഷിയുടെ കാര്യത്തിൽ നമ്മൾ ആശങ്കപ്പെടുന്നത്. ഇതിൽ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നയപരമായ തീരുമാനം ഉണ്ടാവണം. കാർഷിക മേഖലയിൽ ഗവൺമെൻറ് അതിൻ്റെ വിത്ത് മുതൽ അതിൻ്റെ മാർക്കറ്റ് വരെയുള്ള കാര്യങ്ങളിൽ കൃഷിക്കാരനെ സഹായിക്കണം. എവിടെയാണ് അവന് ലോസസ് ഉണ്ടാകുന്നത് അവിടെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം. ആ രൂപത്തിൽ കൃഷിക്കാരനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. അങ്ങനെ ആ രീതിയിലാണ് നയം രൂപീകരിക്കേണ്ടത്. അതല്ലാതെ അവൻ്റെ ഉൽപ്പന്നത്തെയും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെയും ഏറ്റവും ഡിമാൻഡുള്ള സാധനമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കാരണം ഭക്ഷണമാണ് ഏറ്റവും അടിസ്ഥാന പ്രശ്നം. അപ്പോൾ അതിനെ നമ്മൾ ഈ മാർക്കറ്റിൽ അത് വെച്ച് ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ ലാഭം ഉണ്ടാക്കുന്നൊരു വിഭാഗം ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ ഉൽപ്പാദന കേന്ദ്രത്തിലെ അധ്വാനിക്കുന്നതിനെ സംബന്ധിച്ച് അവൻ എന്നും പട്ടിണിക്കാരനായിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അപ്പോൾ അതിൽ എങ്ങനെയാണ് മാറ്റം വരുത്താൻ കഴിയുക? അതാണ് ഒരു ഗവൺമെൻറ് ചിന്തിക്കേണ്ട കാര്യം. ആ രൂപത്തിലാണ് ഞങ്ങൾ പോളിസി ഉണ്ടാക്കുന്നത്. അടുത്ത 5 വർഷക്കാലം തരിച്ചു കിടക്കുന്ന ഭൂമിയിൽ മുഴുവൻ കൃഷി ചെയ്ത് അതൊരു ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ കഴിയുമെന്ന ശ്രമവും ഒപ്പം അത് പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന ഒരു രീതിയിൽ ചെയ്യാനുള്ള ഒരു ശ്രമവും ഇത് രണ്ടും നടക്കുകയാണ്. അങ്ങനെ ഒരു വലിയ ഒരു കാര്യം നടക്കുമ്പോൾ അതിനെ പിന്തുണച്ചുകൂടെ? എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി ക്ഷുഭിതനായെങ്കിലും ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഞാൻ അതിന് മറുപടി പറയുന്നില്ല. മറിച്ച് ഈ ജൈവ കൃഷിയിലേക്ക് മാത്രമായി യൂണിഡൈമെൻഷനലായിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ വരുന്നൊരു 10 വർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ കാര്യം ഏതാണ്ട് ഒരു ഏർപ്പാടാവും. ഇപ്പോൾ ഉള്ള കൃഷി കൂടി ഉൽപ്പാദന രീതിയിൽ വളരെ അശാസ്ത്രീയമാണെന്ന് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചോളം ദീർഘവീക്ഷണമുള്ളൊരു ഭരണാധികാരി അല്ലെ ഭരണകൂടം ചെയ്യരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്ന കാര്യമാണ് എൻ്റെ ഒരു ഇത്. ഇദ്ദേഹം പറഞ്ഞു 1-2 കാര്യങ്ങൾ സ്പർശിക്കാതെ പോകാൻ നിവൃത്തിയില്ല. ഒന്ന്, അദ്ദേഹം പറഞ്ഞു ഈ ജൈവ കൃഷിയിലൂടെ എടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഭയങ്കര രുചിയാണെന്ന്. രുചി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സബ്ജക്റ്റീവ് കൺസെപ്റ്റാണ്. താങ്കൾക്ക് ഏറ്റവും രുചിയുള്ള ഒരു സാധനം വേറൊരാൾ ഛർദ്ദിച്ച് കളഞ്ഞെന്ന് വരാം. അപ്പം ഞാൻ ഈ ജൈവ കൃഷി വെച്ചുണ്ടായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കഴിച്ചിട്ടുണ്ട്. പഴം കഴിച്ചതിന് രുചിയില്ല എന്ന് മാത്രമല്ല, എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ പറയാം, ഒരു കല്ലിപ്പുണ്ട്. കല്ലിപ്പ് എന്താണ്? പൊട്ടാഷ്യം ഇല്ല, കാൽസ്യം ഇല്ല, പല കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് സബ്ജക്റ്റീവ്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. മറ്റൊന്ന് കൊടുക്കണം, അത് ഓക്കെ, റൈറ്റ്. മറ്റൊന്ന് ഇദ്ദേഹം പറഞ്ഞത് ഈ കൊച്ചുകുട്ടികൾക്ക് ക്യാൻസർ വരുന്നു. സർ, കൊച്ചുകുട്ടികൾക്ക് ക്യാൻസർ വരുന്നു, വലിയ കുട്ടികൾക്ക് ക്യാൻസർ വരുന്നു. ഞാൻ ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് ഏജുമായിട്ടാണ് ഏറ്റവും കോറിലേറ്റഡ് ആയിട്ടുള്ളത്. 50 വയസ്സിനുള്ളിലാണ്, 50 വയസ്സ് കഴിഞ്ഞിട്ടാണ് 75% ക്യാൻസർ വരുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് വരുന്നില്ല എന്നർത്ഥമില്ല. 1911 തിരുവിതാംകൂറിൽ സെൻസസ് എടുക്കുമ്പോൾ ഇവിടെ ഒരു മലയാളി വനിതയുടെ ശരാശരി ഏജ് എന്ന് പറയുന്നത് 25 വയസ്സാണ്. 1911. ഇന്ന് 76 ആണ്. 51 വയസ്സാണ് ഒരു ശരാശരി മലയാളി സ്ത്രീ ഇന്ന് കൂടുതൽ ജീവിക്കുന്നത്. ഇവർ പണ്ട് ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ചോദിക്കും, പഴയ കാലത്തെ കൊച്ചുങ്ങൾ എന്താ പറയുന്നത്? അയ്യോ, പഴയ കാലം ഭയങ്കര സുഭിക്ഷതയായിരുന്നു, അന്ന് ആളുകളൊക്കെ 10-150 വർഷം ജീവിക്കുമായിരുന്നു. നമ്മളാകെ കാണുന്നത് എന്താണ്? ഈ 26 വയസ്സിൽ എല്ലാവരും മരിച്ചു എന്നല്ല പറഞ്ഞാൽ, എല്ലാ സ്ത്രീകളും 26 വയസ്സെത്തി മരിക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം. 250 ആയിരുന്നു 1000 ശിശുഹത്യാ നിരക്ക് 1920-കളിൽ.
അതായത് 1000 കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ 250 കുട്ടികൾ മരിക്കുക. അന്ന് ഈ പറയുന്ന എല്ലാ സാധനം കൊണ്ട്, ജൈവ കൃഷിയുണ്ട്, ആയുർവേദമുണ്ട്, ഈ പ്രകൃതിയുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഇന്നത് 12ആണ്. ഈ 250 കുട്ടികൾ 1000-ൽ മരിച്ചതിൽ നിന്ന് 12ലേക്ക് മാറ്റിക്കൊണ്ട് വന്ന ഒരു കാരണം ഡെമോക്രസി വന്നുകൊണ്ടാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, നമ്മുടെ ഭരണ സംവിധാനത്തിലെ മാറ്റമാണ് ഈ സമ്പത്തിൻ്റെ ജനാധിപത്യ വിതരണക്രമം, അവൻ്റെ അവകാശങ്ങൾ, ജീവിക്കാനുള്ള അവൻ്റെ അവകാശം, ഭക്ഷണത്തിന് മേലുള്ള അവൻ്റെ അവകാശം, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ട് കാലത്ത് അവൻ അധ്വാനിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. സമ്പത്ത് മുഴുവൻ വേറെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. സമ്പന്നനായിരിക്കുന്ന ജമ്മിമാരാണ് തീരുമാനിക്കുന്നത് അവന് ചികിത്സ കൊടുക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് അവരാണ്. അവന് ഭക്ഷണം എന്തോരം കൊടുക്കണം, ഏത് ഭക്ഷണം കഴിക്കണം, ഏത് പേരിടണം എന്ന് തീരുമാനിക്കുന്ന വ്യവസ്ഥയിൽ മരണം ഉണ്ടാവും. അത് അവൻ്റെ ആരോഗ്യപരമായ വിഷയം മാത്രമല്ല, അവൻ്റെ ജീവിത വ്യവസ്ഥയുടെ പ്രശ്നം കൂടിയാണ്. അത് മാറി ഡെമോക്രസി വരുമ്പോൾ അവൻ ആശുപത്രിയിൽ പോകാൻ കഴിയും, അവനവിടെ മരുന്ന് കിട്ടാനുള്ള സൗകര്യങ്ങളുണ്ടാവും, അവൻ്റെ ഡോക്ടർമാരെ ചികിത്സയ്ക്ക് സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു. ഇതൊക്കെ അവൻ അനുഭവിക്കുമ്പോൾ എല്ലാ ആളുകളും അനുഭവിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ. ഇതെല്ലാവർക്കും കിട്ടുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ വേറൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പഠനം വന്നിരിക്കുന്നത് 5 കോടി കെമിക്കൽസ് നമ്മുടെ രാജ്യത്ത്, ലോകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. കെമിക്കൽസിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് ഇപ്പോൾ ലോകത്തിലെ മനുഷ്യരെല്ലാം തന്നെ 120 വയസ്സ് വരെ ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരുന്നു എന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയട്ടെ, 120 വയസ്സ് വരെ ജീവിച്ച മനുഷ്യരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആരോഗ്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ 70 വയസ്സ് വരെ ആണെങ്കിലും അവൻ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി കഴിയണം. അപ്പോൾ അവൻ ഏറ്റവും ലെസ് മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടും അവൻ എങ്ങനെ ജീവിക്കാൻ വേണ്ടി സാധിക്കണം, അവൻ നല്ല ആഹാരം കഴിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ വേണ്ടി സാധിക്കണം. പണ്ട് കാലത്ത് ആളുകൾ ഒരു ഏവറേജ് വയസ്സ് വെച്ച് 29 വയസ്സ് വരെയുള്ളെന്നുള്ള ചില കണക്കുകൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആയുർദൈർഘ്യത്തിൻ്റെ മാത്രം കണക്ക് വെച്ചുകൊണ്ടല്ല നമ്മൾ പലതിനെയും നോക്കേണ്ടത്. നമ്മൾ ഏവറേജ് ഇപ്പോൾ വരുമാനം വെച്ചുകൊണ്ട് പറയുന്ന പോലെയുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഞാൻ അദ്ദേഹത്തോട് വിയോജിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നു ഈ ജൈവ കൃഷി ഉൽപ്പാദിപ്പിച്ച പഴവർഗ്ഗം വളരെ മോശമാണെന്ന് പറയുന്നു. അപ്പം അങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ നിങ്ങൾ അഡമൻ്റായിട്ട് തന്നെ ആക്ഷേപിക്കരുത്. ഇല്ല, സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഇപ്പോൾ സ്ത്രീകളൊക്കെ ഒരു കാര്യം അറിയാൻ പറ്റും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പഴവും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പഴവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കൂർക്ക ഉൽപ്പാദിപ്പിക്കുമ്പോൾ കൂർക്ക വിളവെടുക്കുന്ന തൊട്ട് മുമ്പ് യൂറിയ ഇട്ടിട്ട് കൂർക്കയെ തടിപ്പിക്കും. യൂറിയ ഇട്ട് കഴിഞ്ഞ് കൂർക്ക തടിക്കുക, അതിൻ്റെ നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് സ്വാഭാവികമായിട്ട് നഷ്ടപ്പെട്ടു. അതിനകത്ത് കെമിക്കൽ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇത് സാധാരണ കമേഴ്ഷ്യലായി ചെയ്യുന്ന കൃഷിക്കാരൊക്കെ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അവരുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ അവർ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്? എന്താ? ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ഗുണത്തിൽ വ്യത്യാസമുണ്ട്. ഇതൊന്നും കാണാതെ ഇപ്പോൾ അതേസമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ അദ്ദേഹം പക്ഷേ അതിന് ഊന്നൽ നൽകുന്നില്ല. LDF ഗവൺമെൻറ് സമ്പൂർണ്ണമായിട്ടും ഈ നാളെ തന്നെ ജൈവകൃഷിയിലേക്ക് വരണം എന്നല്ല ആഗ്രഹിക്കുന്നത്. നമുക്കൊരു ഗുഡ് പ്രാക്ടീസ് ഓഫ് അഗ്രികൾച്ചർ എന്ന നിലയിലേക്ക് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ആ നിലയിലേക്ക് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുകയും പിന്നെ അതിനുശേഷമുള്ള നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ നമ്മൾ പതുക്കെ നമ്മുടെ കേരളത്തെ, ഇന്ത്യയെയും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ പോലുള്ള സംസ്ഥാനം, ഇപ്പോൾ സിക്കിം ഒരു പഠനത്തിന് വിധേയമാകേണ്ട സ്ഥലമാണ്. സമ്പൂർണ്ണമായിട്ട് ജൈവ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച സ്ഥലമാണ്. ഞങ്ങൾ അതിനെപ്പറ്റി പഠിക്കാൻ പോവുകയാണ്. സമ്പൂർണ്ണമായ ജൈവ പച്ചക്കറി ജൈവ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. നമ്മളതിനെ പഠിക്കുകയാണ്. പക്ഷേ സിക്കിമിലെ ജനസംഖ്യയും അവിടുത്തെ വലിപ്പവും അല്ല, അത് ഒക്കെ നമ്മൾ കമ്പയർ ചെയ്തും പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ അതൊരു മോഡലാക്കുമ്പോൾ അതെങ്ങനെയാണ് ഇവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്, അതെങ്ങനെയാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കത് സ്റ്റഡി നടത്തില്ല പറയാൻ പറ്റുള്ളൂ. അത് നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നടത്തിയിട്ട് മാത്രമേ നമുക്കൊരു നയം പൂർണ്ണമായിട്ടും ജയിച്ചോ തോറ്റോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്കൊരു കാര്യം പറയാൻ പറ്റും. ഇപ്പോൾ മത്സ്യകൃഷി കമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് കേരളത്തിൽ ആരും പഠിച്ചിട്ടില്ല. നമ്മുടെ ജലാശയങ്ങളിലുള്ള വൈവിധ്യമാർന്ന മത്സ്യ ഇനങ്ങളുണ്ടായിരുന്നു. ഈ മത്സ്യ ഇനങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് നമ്മളൊരു 2-3 ഐറ്റം മത്സ്യങ്ങളെ മാത്രം വളർത്തിയതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കോൺസിക്വൻസസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ല. ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ജീവിവർഗം ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയാൽ നമുക്കെന്താ കുഴപ്പമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമുക്ക് പണ്ടാരോ നിയമസഭയിൽ പറഞ്ഞ പോലെ കാട് ഇല്ലെങ്കിലും കടലിൽ മഴ പെയ്യുന്നത് ഇപ്പോൾ അവിടെ കാടുണ്ടായിട്ടാണ് ചോദിക്കുന്ന ലോജിക്കും നമുക്ക് കേട്ടാലപ്പെട്ട ശരിയാണെന്ന് തോന്നാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ജൈവ കൃഷി എന്ന് പറയുന്നത് ലോകത്തെല്ലാ സ്ഥലത്തും ഈ ഒരു പ്രകൃതിയുമായി ചേർന്നുകൊണ്ട് മാത്രമേ നമുക്ക്, ഇപ്പം നമ്മളൊരു കാര്യം പറയാം, ഇപ്പോൾ നമ്മളിവിടേക്ക് ഇരുന്ന് സംസാരിക്കുന്നു, നമ്മൾ ആധുനികമായ ജീവിത സൗകര്യങ്ങൾ ഉണ്ടാകുന്നു, ശുദ്ധമായ വെള്ളം നമ്മൾ കുടിക്കണ്ടേ? ശുദ്ധമായ വെള്ളം നമുക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇല്ലാതായി കഴിഞ്ഞാൽ
നമ്മുടെ വികസനത്തിന് എന്താണ് ഒരു അർത്ഥം എന്താണ്? ഇപ്പം തന്നെ കിട്ടുന്നത് ശുദ്ധമായ വെള്ളമാണ്. ശ്രീധരേട്ടന് ഒരു 2 മിനിറ്റ് സമയം കൊടുത്തു. നിങ്ങൾ രണ്ടുപേരും ഒരേ കാര്യം പറയുന്നതുകൊണ്ടാണ് മിനിസ്റ്റർ കൂടുതൽ സംസാരിക്കുന്നത്. അല്ല, അദ്ദേഹം എന്നെക്കാൾ നന്നായിട്ട് പറയുന്നത്. അപ്പോൾ പിന്നെ അതിൽ വളരെ വലിയൊരു, ഞാനതുകൊണ്ട് കൗതുകത്തോടെയും സന്തോഷത്തോടെയും കേട്ടോണ്ടിരിക്കുന്ന ഒരു അല്ല, പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇതിന്റെ സമയം ഏകദേശം കഴിഞ്ഞു. ഒരൊറ്റ കാര്യം അവിടേക്ക് വരാത്തതുകൊണ്ട് ഒറ്റ കാര്യം, ഈ പറയുന്ന ജൈവ കൃഷി ഇതിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നു. പക്ഷെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അടുത്ത ഘട്ടത്തിൽ വേറൊരു പ്രശ്നം കൂടെ ഇതിൻ്റെ കൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അടുത്ത ഘട്ടത്തിൽ ചികിത്സ എന്ന് പറയുന്ന കാര്യത്തിലും ചില ആളുകൾ ശാസ്ത്രീയമായ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഇപ്പോൾ മരുന്നുകളോടുള്ള അനാഭിമുഖ്യം, ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കാതിരിക്കുക, അതും കൂടി വേറൊരു തരത്തിലുള്ള എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതായത് ചില അസുഖങ്ങൾ വന്നാൽ അതിന് കൃത്യമായ ചികിത്സാ വിധികൾക്ക് പോകാതെ പകരം ചില കാര്യങ്ങൾ കഴിച്ചുകൊണ്ട് ആ മരുന്ന് മാറ്റാം, അസുഖം മാറ്റാം, പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെ കാര്യത്തിൽ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, രണ്ടാണ് കേട്ടോ. ഇതിനകത്ത് 2 വളരെ വ്യത്യസ്തമായി കാണണം. ചികിത്സ ഒരു സ്ഥലത്ത് കാണണം, മറ്റതൊരു ജീവിത രീതിയാണ്. മറ്റത് സ്വാഭാവികമായും ഭക്ഷണം തന്നെ നന്നായാൽ ആരോഗ്യം കുറേയൊക്കെ നന്നാവും എന്നുള്ളതിൻ്റെ ഒരു കൺസെപ്റ്റ് ഒരു സൈഡിലിരിക്കും. പക്ഷേ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ മുള്ളാത്ത കഴിക്കണം എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞോട്ടെ. രണ്ടാമത്, ഈ ക്യാൻസറിൻ്റെ ചികിത്സയിൽ തന്നെ ഇല്ലേ, നമുക്ക് ആയുർവേദം അടക്കം ഒരു പാരമ്പര്യം നമുക്കുണ്ട്, പല തരത്തിൽ പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരു സൈഡിൽ, ഞാൻ അനുഭവസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പറയാണ്, ഒരു സൈഡിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാഖയാണ്. ഇവിടെയും മോണോലിത്തിക്കായിട്ട് വളരെ ഏകപക്ഷികമായിട്ട് അലോപ്പത്തിക്ക് മാത്രമേ വഴിയുള്ളൂ എന്ന് കാണരുതെന്ന് എനിക്കൊരു വളരെ ശക്തമായ അഭിപ്രായമുണ്ട്. അത് അനുഭവസ്ഥൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ. എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്, യൂറിനറി ബ്ലാഡർ ക്യാൻസർ, ട്രാൻസിഷണൽ സെൽ കാർസിനോമ എന്ന് പറയും. 10-12 വർഷം മുമ്പാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. എന്നിട്ട് ഡോക്ടേഴ്സ് അന്ന് പറഞ്ഞത് 3 to 6 months ആണ് ഇതിൻ്റെ പീരിയഡ്, വിച്ച് മീൻസ് ഷി വിൽ നോട്ട് സർവൈവ് ബിയോണ്ട് 6 months എന്ന് പറഞ്ഞു. പക്ഷേ അതേ അലോപ്പത്തിക് ഡോക്ടർ ഞങ്ങളടുത്ത് പറഞ്ഞെന്നറിയാമോ? ഞാൻ പേര് പറയുന്നില്ല, കാരണം അങ്ങനെ ഇനിയിപ്പോൾ ചീത്ത വിളിക്കേണ്ട. നല്ലൊരു അലോപ്പത്തിക് ഡോക്ടർ ഇപ്പോൾ ഹെഡാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഇതിന് അലോപ്പതിയിൽ ചികിത്സയില്ല, ഞാൻ ഒരു ഇനീഷ്യൽ ട്രയൽ നടത്താം, പക്ഷേ ഫലിക്കും തോന്നുന്നില്ല. എന്നിട്ട് അത് ചെയ്തിപ്പോൾ വിജയിച്ചില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എയ്തർ ഗോ ടു ഡോക്ടർ പട്ടേൽ ഹോമിയോ, കൃത്യമാണ്, കോട്ടയത്തെ ഡോക്ടർ പട്ടേൽ ഹോമിയോ എടുത്ത് പോവുക, അല്ലെങ്കിൽ ഒറ്റപ്പാലത്തുള്ള നിർമ്മലാനന്ദഗിരി സ്വാമി എടുത്ത് പോവുക. ഇവ രണ്ടുപേരുമാണ് ആയുർവേദത്തിൽ ഈ ചികിത്സ നന്നായിട്ട് ചെയ്യുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ആയുർവേദം എടുക്കാനായിട്ടുള്ള ഒരു പഥ്യവുമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് തോന്നിയുകൊണ്ട് നമ്മൾ നേരെ പട്ടേലിൻ്റെ അടുത്ത് പോയി. ദിസ് വാസ് ദ ലാസ്റ്റ് റിസോർട്ട്. അവിടെ പോയി. അമ്മ ഇപ്പോഴുണ്ട്. കഴിഞ്ഞ ഒരു 3 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് എടുത്തു. 3rd year കഴിഞ്ഞപ്പോഴത്തേക്കും ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ക്യാൻസർ സെൽസ് പിന്നെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ 8 വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ട ആരോഗ്യത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ദീസ് ആർ നോട്ട് ക്ലോസ്ഡ് ഐഡിയാസ്. ഇത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെല്ലാം ശാസ്ത്രം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ജൈവത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് 2 കാര്യങ്ങൾ അതൊന്ന് ഇതിനകത്ത് ഇടുന്നുള്ളതിനെ കുറിച്ചല്ല,